ഭാഗ്യലക്ഷ്മി തന്നെ നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഫെഫ്കയിൽ നിന്ന് രാജിവെക്കാൻ താങ്കൾ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് കാരണം? ഈ അതിജീവിതയുടെ വിഷയം 2017 തുടങ്ങിയപ്പോ അന്ന് ഇയാളെ വെച്ച് സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്, അയാളെ വെച്ച് സിനിമ ചെയ്യരുത്, കേസ് കഴിയട്ടെ, കേസ് കഴിയുന്നത് വരെ നമുക്ക് ക്ഷമിക്കാം, അതല്ലെങ്കിൽ താങ്കൾ രാജിവെച്ചിട്ട് സിനിമ ചെയ്യൂ എന്ന് ഞാൻ അന്ന് ആവശ്യപ്പെട്ടതാണ്. അപ്പോ അത് കേട്ടില്ല. ജനറൽ കൗൺസിൽ വിളിച്ച് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. അതിനുശേഷം ഞാൻ എന്റെ രാജിക്കത്ത് കൊടുത്ത് ഇറങ്ങി വന്നു. എന്റെ രാജി ഇവർ സ്വീകരിച്ചില്ല, അത് അവിടെ അങ്ങനെ വെച്ചിരുന്നു. പിന്നീട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും എന്നോട് ചേച്ചി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പക്ഷെ ഞാൻ അതിനുശേഷം ഫെഫ്കയുടെ ഒരു മീറ്റിങ്ങിനും ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇന്നലെ കോടതി വിധി വന്ന ആ നിമിഷം അപേക്ഷ തന്നാൽ സ്വീകരിക്കും എന്ന് പറയുന്നത് എന്തുതരം ഏകാധിപത്യമാണ്? ഇത് ജനറൽ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? ജനറൽ കൗൺസിലിനോട് അഭിപ്രായം ചോദിക്കണ്ടേ? ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന് ചോദിക്കണ്ടേ? അപ്പോ ഈ ഇടക്കാലത്തായിട്ട് മറ്റ് ചില വിഷയങ്ങളിൽ ഞാൻ പ്രത്യക്ഷത്തിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്, ഇവർ അതിജീവിതമാരോടൊപ്പമല്ല, ഇവർ സഞ്ചരിക്കുന്നത് വേട്ടക്കാരോടൊപ്പമാണ്. ഈ ഒരു വേട്ടക്കാരൻ മാത്രമല്ല, പല വേട്ടക്കാരോടൊപ്പവും ഇവർ സഞ്ചരിക്കുന്നുണ്ട്. അത് ഇനിയും ഞാൻ ഇനിയും ഇതിൽ അംഗമായി തുടർന്നാൽ ഈ ഫെഫ്ക വിളിച്ചുകൂട്ടുന്ന പല മീറ്റിങ്ങുകൾക്കും ആ വേട്ടക്കാരനോടൊപ്പവും ആ വേട്ടക്കാരൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടൊപ്പം പോയി ഇരിക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. ഞാനത് എന്നോട് തന്നെ ചെയ്യുന്ന തെറ്റാണ് എന്ന് എനിക്ക്